സത്യം പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആന്റി. വീട് മാറണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ആകാശ് തന്നെ ഇപ്പൊ പറയുന്നു ഇനിയിപ്പൊ വീട് മാറണ്ടെന്ന്. ഇങ്ങനൊരു മഹാത്ഭുതം സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇനിയാണ് എന്റെ ശരിയായ മുഖം അഖില കാണാൻ പോകുന്നത്. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. നിന്റെ പ്രാർത്ഥന കേട്ടതേ ഈശ്വരനല്ല, ഞാനാ. അല്ലെങ്കിൽ തന്നെ എന്ത് മര്യാദ കെട്ട വർത്താനാ ദിവ്യ നീ പറഞ്ഞേ? ഒരു പെങ്കൊച്ചിനെ കണ്ണീ ചൊരയില്ലാതെ ഉപദ്രവിക്കാനുള്ള നിന്റെ മോഹം നടത്താനാണോ ഈശ്വരൻ ഇരിക്കുന്നത്? അത്ര ആഗ്രഹം സാധിച്ചു തരാൻ പറ്റിയ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അതെന്റെ ഈ ചേച്ചിയാ. എനിക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ട് ആകാശ് വീട് മാറണ്ടെന്ന് തീരുമാനിച്ചത്? അതറിയില്ല, ചിലപ്പോ വീട് കിട്ടിക്കാണില്ല. വീട് കിട്ടാത്തോണ്ടൊന്നുമല്ല. വീട് കിട്ടിയാ പോരല്ലോ, മാസാമാസം വാടക കൊടുക്കണ്ടേ? വാടക കൊടുക്കണമെങ്കിൽ അതിനുള്ള വരുമാനവും വേണം. അതിനുള്ള വരുമാനം വേണമെങ്കിൽ ഒരു ജോലി വേണം. ജോലി ഇല്ലാത്തവൻ പിന്നെ എങ്ങനെ വാടക കൊടുക്കും? ജോലി ഉണ്ടല്ലോ. ആകാശിന് എത്ര നാളായി ജോലി കിട്ടിയിട്ട്? ജോലി ഉണ്ടായിരുന്നു ജോലി അങ്ങ് പോയി. നീ ഇവിടെ വന്ന് ആകാശിന്റെ വീട് മാറ്റം ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിച്ചൊരു ബുദ്ധിയാണത്. ആകാശിന്റെ ജോലി ഒരു ടെമ്പററി വേക്കൻസിയിലായിരുന്നു. ആ വേക്കൻസിയിലേക്ക് ഞാൻ പുതിയൊരാളെ അങ്ങ് അപ്പോയിന്റ് ചെയ്തു. ആ സ്കൂളിന്റെ മാനേജ്മെന്റില് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാ. ഞാൻ റെക്കമെൻഡ് ചെയ്ത ആൾക്ക് ജോലി കൊടുക്കണമെങ്കിൽ ആ ജോലിയില് ഇപ്പോഴുള്ള ആകാശിനെ പറഞ്ഞു വിടുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ആകാശിന്റെ ജോലി പോയി. ജോലിയില്ലാത്തവൻ വീട് മാറിയാ വാടകയ്ക്കും വീട്ടു ചെലവിനൊക്കെ എന്ത് ചെയ്യും? കാശ് ചോദിച്ചാ അമൃത കൊടുക്കും. പക്ഷേ ആകാശ് അഭിമാനിയില്ലേ, ചോദിക്കില്ല. എന്റെ ആന്റി എന്റെ മാന രക്ഷിച്ചു. എങ്ങനെ ഞാൻ ആന്റിയോട് നന്ദി പറയേണ്ടത്? നന്ദി പറയേണ്ടത് എങ്ങനെയാണെന്ന് അത് പറയേണ്ട നേരത്തെ ഞാൻ പറയാം. പക്ഷേ അന്നേരം ഇതൊക്കെ മറന്നു പോവരുത്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പൊ ആകാശിന് കൊടുത്തതുപോലൊരു പണി സുമേഷിനോ ദിവ്യക്കോ തരാൻ ചേച്ചിക്ക് ഒരു നിമിഷം മതി. അതുകൊണ്ട് അംബികയുടെ അമൃതയുടെ അടുത്തിറക്കുന്ന നമ്പരൊന്നും ഇവിടെ ഇറക്കാൻ മോള് നോക്കണ്ട. ഒരിക്കലും ഇല്ല ആന്റി. ആന്റി എനിക്ക് ചെയ്തു തന്ന ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരിക്കലും എന്നെ വെല്ലുവിളിച്ചതാക്കില്ല. ഇതോടെ അവളുടെ വെല്ലുവിളി തീർന്നു. അവളെ ഞാൻ ആ വീട്ടിലിട്ട് നക്ഷത്രം എണ്ണിക്കും. അവളെ മാത്രമാക്കുന്നത് എന്തിനാ ദിവ്യേ? ഉണ്ടായിരുന്ന തൊഴില് പോയി 10 പൈസയ്ക്ക് വകയില്ലാതിരിക്കുന്ന ആകാശം ഉണ്ടല്ലോ അവിടെ. എന്തെങ്കിലും ചെയ്യുമ്പോ ചേർത്തങ്ങ് ചെയ്യ്. വിശ്വജ്യോതി ഗ്രൂപ്പ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പാണ്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവർക്ക്. അതിൽ ഏറ്റവും വലുതാ അവരുടെ ഫിനാൻസ് ഗ്രൂപ്പ്. അവിടെയാ ആകാശിന് ജോലി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു 4-5 മാസം അങ്ങനെ അങ്ങ് പോട്ടെ. അപ്പോഴേക്കും അവന് താല്പര്യമുള്ള മറ്റേതെങ്കിലും സ്ഥലത്ത് നമുക്ക് ജോലി നോക്കാം. ഇപ്പൊ അത്യാവശ്യം ഒരു ജോലിയാ, സ്ഥിര വരുമാനമുള്ളൊരു ജോലി. അതുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ പ്രയാസം ഉണ്ടാവില്ല. അങ്ങോട്ട് മാറിയാൽ വീട്ടിലെ വഴക്കിനൊരു പരിഹാരം ഉണ്ടാവും. അവരവിടുന്ന് മാറാൻ നോക്കുമ്പോ മാമി പ്രശ്നം ഉണ്ടാക്കുന്ന ഉറപ്പാ. എങ്ങനെയും അവര് പോകാതെ നോക്കും. അതുകൊണ്ട് എന്താ കാര്യം? പോവാണെന്ന് ആകാശേട്ടൻ തീർത്ത് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പിടിച്ചു പൂട്ടിയിടാനൊന്നും പറ്റില്ലല്ലോ. ആകാശേട്ടനും അഖിലയും അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ വഴക്ക് അംബിക മാമിയും ദിവ്യപ്രഭയും തമ്മിലാവും. അത് നടന്നോട്ടെ. അമൃത, താൻ ആകാശിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്ക്. ജോയിൻ ചെയ്യുന്ന ഡേറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് പറയാം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അഭിയേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛനോ ചേച്ചിയോ ഒക്കെ പറയേണ്ട കാര്യമാണ്. അവര് പലവട്ടം പറഞ്ഞിട്ടും ഉണ്ടാവും. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. അഭിയേട്ടനെയും ചേച്ചിയുടെയും കല്യാണക്കാര്യം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.